ഗൈസ്, അപ്പോൾ ഇന്ന് ഈ വണ്ടിയുടെ മൈലേജ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കിലോമീറ്റർ ഏകദേശം 58,395.7 നിൽക്കുന്നത്. ലോയിൽ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഒരു 500 രൂപയ്ക്ക് അടിച്ചിട്ട് എത്ര വരെ പോകുമെന്നാണ് നോക്കണം ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ഇവിടെ നിന്ന് പെട്രോൾ പമ്പിലോട്ട് പോകാം ഗൈസ്. പെട്രോളൊക്കെ അടിച്ച് ഗൈസ് ഏകദേശം 58,397 നിന്നാണ് പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി എടുത്തത്. എന്തായാലും ഇനി നമുക്ക് നേരെ പോവാം. ഒരു ചായ ഒരു കേക്കും കഴിച്ചിട്ട് പോവാം നമുക്ക്. പൊക്കിക്കൊണ്ട് ഇന്നിപ്പോൾ കണ്ടാണ് ഗൈസ്. ഇത് എന്തൊരു സാധനം ഒന്നും അറിയാൻ വയ്യ. ജെറ്റാണോ റോക്കറ്റാണോ എന്തായാലും ആകാശത്തോട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കണുണ്ട്. കറക്റ്റ് അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ടോളിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ വന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ നമ്മൾ ഓടി ഗൈസ് ഇതുവരെയായിട്ട്. പക്ഷെ പെട്രോളിൻ്റെ ഗേജ് അതേപോലെ തന്നെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. രാവിലെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നത്. റോഡിലൊക്കെ തിരക്ക് ഭയങ്കര കുറവുണ്ട്. പോണ വഴിയിൽ കണ്ടാണ് ഗൈസ്. നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് ഗൈസ്. അങ്ങ് ദൂരെയായിട്ടൊക്കെ ഒരു മലയുടെ ഇതൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഒരു മഞ്ഞ് മൂടിയിരിക്കണ പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 30 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിലൊക്കെ വന്നു ഗൈസ്. ഏകദേശം ഒരു 80 കിലോമീറ്റർ നമ്മൾ ഇതുവരെ ഓടി. പെട്രോൾ അനങ്ങിയിട്ടേ ഇല്ല. നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാണ്ട് ഇവിടെ നിർത്തിയ. അവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരെ വന്നോളൂ. അപ്പോൾ ഈ ഒരു വയൽ കണ്ടുകൊണ്ട് ഇവിടെ നിർത്തിയതാണ് ഗൈസ്. അപ്പം നല്ല രസമുള്ള ഒരു സ്ഥലം. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി ഗൈസ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ല വെയിലൊക്കെ നല്ല വൃത്തി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആഹാരമൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ച ഗൈസ്. അങ്ങനെ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ്. 2 പൂരി മേടിച്ച ഗൈസ്. അപ്പോൾ ഇതന്നെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇപ്പോൾ വന്ന് നമ്മൾ തമിഴ്നാട്ടിലെത്തി ഗൈസ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ള 2-3 കൊച്ചു അമ്പലവും ഇതൊക്കെ അവരുടെ സൈഡിന് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഈ ഒരു അമ്പലം കണ്ടിട്ട് ഒരു ഗോൾഡൻ പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചേക്കുന്നു. ഇത് പുതിയതായിട്ട് കെട്ടണ പോലെയൊക്കെ ഉണ്ട് കണ്ടിട്ട്. ഈ വയലിന്റെ നടുക്ക്, വയലാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, ഈ ഒരു സ്ഥലത്തിന്റെ നടുക്കായിട്ട് റെയിൽവേ പാളം പോയേക്കണ്. അങ്ങ് ദൂരായിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ വേറെ ഒരു മല കാണാം ഗൈസ്. ഇവിടെയൊക്കെ ഓരോരോ കടകൾ ഇതൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിനും വയൽ പോലെയൊക്കെ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മലയാണെന്ന് അറിയാൻ വയ്യ ഗൈസ്. എന്തായാലും അതും കഴിഞ്ഞ് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ, മറ്റേത് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും. ഇപ്പം നമുക്ക് ഏകദേശം കിലോമീറ്റർ 58,508 കിലോമീറ്റർ ആയിട്ടുണ്ട് ഇതുവരെയായിട്ട്. ഏതോ ഒരു വീട്ടിൻ്റെ അടുത്ത് എത്തി ഗൈസ്. വന്ന് ഇന്ത്യയുടെ കൊടിയുടെ അടുത്തെത്തി. ഇത് എവിടെ ആയിട്ടാണ് ഇരിക്കണമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. ഏതോ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് നേരെ പോയി നോക്കാം. ഒരു ആർച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് നമ്മൾ വണ്ടി കൊണ്ടൊന്ന് നിർത്തിയേക്കാണ് ഗൈസ്. പെട്രോള് അനങ്ങിയിട്ടില്ല. കിലോമീറ്റർ ഇത്ര ആയി. പക്ഷെ വിഷയം ഇപ്പം ഇന്നത്തെ റോഡ് കഴിഞ്ഞു. നമ്മൾ കടലിൻ്റെ അടുത്ത് അങ്ങനെ വന്ന് കന്യാകുമാരിയിലെത്തി ഗൈസ്. ഏതൊക്കെയോ വഴി കൂടെ കന്യാകുമാരിയിലെത്തി. ഫുള്ള് മാറിപ്പോയി. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോകാം ഗൈസ്. സാധാരണ ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ ഇന്നെന്താണെന്തോ ആരും ഇല്ല ഇവിടെ. എന്തു പറ്റിയെന്ന് അറിയാൻ വയ്യ ഗൈസ്. ഇവിടെയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടോന്ന് അറിയാൻ വയ്യ. എന്തായാലും ആരെയും ഇപ്പം അങ്ങോട്ടൊന്നും ഇറക്കണില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ ഇറങ്ങണുണ്ട്. ഈ സൈഡിൽ ആരെയും ഇറക്കണില്ല. എന്തു പറ്റിയെന്ന് അറിയാൻ വയ്യ. വിവേകാനന്ദ പാറയിൽ ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ കണ്ടറിയാം, കൊച്ചു പൊടി പോലെ നിൽക്കണം. അതെല്ലാം ആൾക്കാരാണ് ഗൈസ്. അവിടെ എല്ലാ ആൾക്കാരുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ടുകൾ ഇഷ്ടം പോലെ പോകണുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ നോക്കാം അവിടെ ആൾക്കാർ ക്യൂ ഉണ്ടാന്നൊക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും കാറ്റൊക്കെ വന്നു തുടങ്ങി ഗൈസ്. അപ്പം എൻ്റെ ഫോണിൽ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് ലാഗ് അടിക്കണുണ്ട്. ഈ ഫോണ് ചൂടായിട്ടാണെന്ന് അറിയാൻ വയ്യ. വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വെട്ടൽ വരണുണ്ട്. ബാക്കിയുള്ള കടകളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാം ഗൈസ്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാൻ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇപ്പുറത്തെ വശത്ത് വരികയാണെങ്കിൽ ഇവിടെ ആളുണ്ടായില്ലെന്ന് നമുക്ക് കാണാമെന്ന്. ഇത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എത്രയെന്ന് എണ്ണാൻ പറ്റൂല, അത്രയ്ക്ക് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ എന്തോ പറ്റിയിട്ടുണ്ട്. ഇനി ബോട്ട് അവിടെ കിടപ്പുണ്ട്, പക്ഷെ ബോട്ടിൽ ആരും കയറ്റണില്ല.
ഇനി അവിടുന്ന് തിരിച്ച് ബോട്ട് വന്നിട്ട് ഇവിടുന്ന് കയറ്റുള്ളൂന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇഷ്ടം പോലെ ജനമുണ്ട്. ഇവരൊക്കെ ഇനി എന്ന് പോയിട്ട് വരാനാണെന്ന് അറിയാൻ വയ്യ. അത്രയ്ക്ക് ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങ് ഗേറ്റും കഴിഞ്ഞ് ഇപ്പോൾ ഉണ്ട് ആൾക്കാർ. ഒരു ബാഗും മേടിച്ച് ഗൈസ്, ട്രാവൽ ബാഗ്. ഒരു കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടെ 30 രൂപയുള്ള ജ്യൂസിന്. അപ്പോൾ അത്യാവശ്യം അതിന് മുമ്പ് നമ്മൾ വന്നപ്പം കുടിച്ചിട്ടാണ് നല്ലതായി. ഇതാണ് ജ്യൂസ്, ഇത്രയും കിട്ടും. അപ്പം നമുക്ക് എന്തായാലും കുടിച്ചിട്ട് പോവാം. ആർമി ട്രക്കൊക്കെ പോണ ഗൈസ്. ഗൈസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ എത്ര കുറയും നോക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് പെട്രോള്, പക്ഷെ ഇതൊരു കയറ്റത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോണത് വേറെ വഴി കൂടെയാണ് പോണത്, വന്ന വഴി കൂടെ അല്ല പോണത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെയാണ് നമ്മൾ നിന്നത്, ഈ ഒരു ഹോട്ടൽ. അതിൻ്റെ ഇപ്പുറത്ത് പണി നടന്ന ഹോട്ടലാണ് ഇത്. അത് ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റാക്കി അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരമായിട്ട് നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ചെടികളും കാടുകളും ഇതൊക്കെ ഏകദേശം ഒരു 12 കിലോമീറ്റർ അടുപ്പിച്ചാണ്ട് ഇപ്പോൾ ഓടി. ഏകദേശം 12 കിലോമീറ്റർ അടുപ്പിച്ചാണ്ട് ഓടിയിട്ടുണ്ട്. ഇതേപോലെ വല്ലപ്പോഴും 1-2 വണ്ടികൾ ഇങ്ങനെ പോകും, വേറെ ഒന്നുമില്ല. സ്ട്രെയിറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മൾ ആ കൊടിയുടെ അടുത്ത് വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വന്ന സൈഡിൽ നിന്നുള്ള ഒരു റോഡ് വഴിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ മെയിൻ റോഡ് തന്നെ നേരെ പോവുകയാണ്. ഇങ്ങോട്ട് പോകും നോക്കാം ഗൈസ്. നേരത്തെ വന്നപ്പോൾ നമ്മൾ മാപ്പ് നോക്കിയാണ് വന്നത് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദൂരം മാപ്പ് നോക്കാതെ പോവാം. അവിടെ മലയുടെ നടുക്കായിട്ട് ഒരു കൊച്ചു വീടോ എന്തോ കൊണ്ട് ഇരിക്കണം ഗൈസ്. ഒരു അപ്പൂപ്പ ആടിനോ പശുവിനോ എന്തിനാ വേണ്ടി പുല്ലോ എന്തോ സാധനം കൊണ്ടുപോകണമാണ് ഗൈസ്. ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു കാല് താഴെ ഇരിപ്പുണ്ട്, ഒരു കാല് വളച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇത്രയും നമ്മൾ എത്രയോ ദൂരമായിട്ട് ഇതേപോലെ പൊയ്ക്കൊണ്ടിരിക്കണം. വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും കാല് ഭയങ്കര കിഴപ്പായിരിക്കും. എങ്ങനെ കൊണ്ടുപോകണം എന്തോ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണൊക്കെയാണ് കാണിക്കണം ഗൈസ് മാപ്പിൽ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു ലെഫ്റ്റിലോട്ട് ഒരു വളവുണ്ടെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങോട്ടാണ് പോവാനുള്ളത്. നമ്മളടുത്ത് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അതിൻ്റെ റോഡിൻ്റെ അടിഭാഗത്ത് കൂടെ ഒരു ടണൽ പോലെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതുവഴി വന്നപ്പോൾ ഈ റോഡിലെത്തി. ഞാൻ ഇവിടെ നിന്നിപ്പോൾ നമുക്ക് നേരെ പോയി. ഇത് നല്ല രസമുള്ള ഒരു റോഡാണ്. സൈഡിനൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ മലകളും ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക്. പക്ഷെ നല്ല രീതിയിൽ കാറ്റും വെയിലും ഉണ്ട് ഗൈസ്. നല്ലൊരു വയൽ കണ്ടുകൊണ്ട് നിർത്തിയാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഒരു വയലുണ്ട്. ഈ വയലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരു കല്ലുണ്ടാക്കണ സ്ഥലം, മറ്റേ നമ്മളെ ചുടുകല്ല് പോലെ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ ഒരു മല ഇരിക്കണം. ആ മലയുടെ മുകൾ ഭാഗം കണ്ട ഒരു കിളിയുടെ തല പോലെയൊക്കെ ഇരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ ഏതൊക്കെ വഴി കൂടെയൊക്കെ കയറി വന്നു ഗൈസ്. അപ്പോൾ കയറി വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്തി. ഇപ്പം ഇവിടെ ചോദിച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം സൈഡ് മൊത്തം മരങ്ങളാണ്. അതും ഇതേപോലത്തെ റിബ്ബർ പോലത്തെ മരങ്ങൾ. ഈ 2 സൈഡിനും ഇങ്ങനെ അങ്ങറ്റം വരെ ഇങ്ങനെ കിടക്കുകയാണ് നിൽക്കാതെ. നമ്മൾ കുറേ ദൂരം വന്ന്. അപ്പോൾ ആ ഒരു സൈഡ് മൊത്തം ഇത് തന്നെയാണ്. അങ്ങനെയൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം മരങ്ങൾ. ഒരു വെറൈറ്റി ഒരു പെരേടം കണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. 165 കിലോമീറ്റർ ആയപ്പോൾ പെട്രോളിൻ്റെ സൂചി അനങ്ങി ഗൈസ്. നേരത്തെ പറഞ്ഞ മരങ്ങൾ ഇപ്പോഴും തീർന്നില്ല ഗൈസ്. ഇപ്പോഴും സൈഡ് മൊത്തത്തിൽ മരങ്ങൾ തന്നെ. ഇത് ഈ സൈഡ് മാത്രമല്ല, ഇപ്പുറത്തെ സൈഡും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുരങ്ങന്മാരും കൂടെ ഇവിടെ നിന്നൊക്കെ വരണുണ്ട്. റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണുണ്ട്. ഒന്നിരിക്കുന്നു ഓണ്ട മതിലിൻ്റെ വണ്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കണുണ്ട് കുരങ്ങന്മാർ. വണ്ടിയുടെ മുമ്പെടുത്ത് ചാടിത്തരുമെന്നാണ് ഇപ്പം എനിക്ക് പേടി. ഇതങ്ങ് അകത്ത് ഉള്ളിലോട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് അറ്റം വരെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പൊ കുറെ ദൂരമായി ഗൈസ്. ഇതുവരെയായിട്ട് ഇതിന്റെ ഒരു അറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയറിയാം, ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അങ്ങ് അറ്റം വരെ കിടക്കുകയാണ്. ഇത് എങ്ങനെ ഇത്രയും മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചതാണെന്ന് അറിയാൻ വയ്യ. അത്രയ്ക്കുണ്ട്. ഇത് ഇനി പല പല ആൾക്കാർക്കുള്ളതാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ബസ് പോണ റൂട്ടാണ്ടാണ്.
ഇപ്പൊ റോഡിന്റെ വീതി ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി ഗൈസ്. അതുപോലെ നമ്മളൊരു കാട് പോലത്തെ ഏരിയയിലായി തുടങ്ങി. സൈഡിന് കണ്ട മരങ്ങൾ ഇപ്പൊ നടുക്ക് ഭാഗത്തായിട്ട് അതിന്റെ കൊമ്പ് വളഞ്ഞിങ്ങനെ നിക്കണ രീതിയിലായി തുടങ്ങി ഗൈസ്. അങ്ങനെ മരമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഈ സൈഡിനായിട്ട് എന്തോന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആറാണെന്ന് തോന്നുന്നത്. ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ പോകുമ്പോ നല്ല ആറ് തന്നെ, വലിയൊരു ആറ് ഗൈസ്. നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുള്ള ഒരു സ്ഥലം. അങ്ങനെ വീട്ടിൽ എത്തി ഗൈസ്. ഇതിന്റെ ഇടയ്ക്കുള്ള കുറെ ഫുട്ടേജ് എല്ലാം ക്ലിപ്പുകളും എല്ലാം മാഞ്ഞു പോയി. ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി പോയി. അങ്ങനെ ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോൾ ക്ലിപ്പൊന്നും കാണാനില്ല. അതാണ് പകുതി വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ക്ലിപ്പൊന്നും കിട്ടിയില്ല. നല്ല നല്ല കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഏകദേശം നമ്മൾ മൊത്തം ടോട്ടൽ ഒരു 250 അടുപ്പിച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മൈലേജ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ കറക്റ്റ് അല്ല, എന്നാലും ഏകദേശം ഒരു 72 വരെയൊക്കെ കിട്ടണുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ള ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്.